അസ്സലാമു അലൈക്കും മക്കളെ. എല്ലാ മക്കളും എൻ്റെ അക്ഷരം എന്നുള്ള മലയാളത്തിൻ്റെ ടെക്സ്റ്റ് എടുത്തോ. എന്നിട്ട് പേജ് നമ്പർ 11 നോക്കുക. കണ്ടോ? അതിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളല്ലേ. സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചു, കുറേ വാക്കുകളൊക്കെ നമ്മൾ എഴുതി. ഇന്ന് നമ്മൾ വർക്ക് ബുക്കിൽ കോപ്പി ബുക്കിൽ എഴുതുന്നത് ക എഴുതി ഇഖ എന്നുള്ള അക്ഷരമാണ്. ഏതാണ്? ഖ. ഖ നമ്മൾ ഓൾറെഡി നമ്മൾ എഴുതിയായിരുന്നു. ക, കരടി, കലം, കരി എന്നൊക്കെ നമ്മൾ വാക്കുകൾ എഴുതിയില്ലേ. ഇന്ന് നമ്മൾ ഇഖ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇതെന്താ? മുഖം. മുഖം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മുഖം, നമ്മുടെ ഫേസ്. കണ്ടോ? ഒരു ആൺകുട്ടിയുടെ മുഖം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി മക്കൾ നോക്കിക്കേ. ഖ ഖ ഖ ഖ എന്ന് എഴുതിയിട്ട് അതിങ്ങനെ താഴോട്ട് എഴുതേണ്ടതാണേ. മുഖം മുഖം എന്ന് എഴുതിയിട്ട് അതും ഈ ഡോട്ട് ലൈനിൽ കൂടി മക്കൾ താഴോട്ട് എഴുതണം കേട്ടോ. നഖം നഖം എന്ന് എഴുതിയിട്ട് ഈ വാക്കുകള് എഴുതുമ്പോഴേ ഈ ഡോട്ടർ ലൈനിൽ കൂടി തന്നിരിക്കുന്ന വാക്ക് കണ്ടോ മക്കൾ, അത് താഴോട്ട് എഴുതി ഇങ്ങനെ പോകണം. അല്ലാതെ ഇങ്ങനെ ഖ ഖ മുഖം നഖം സുഖം ഇങ്ങനെ എഴുതി പോകല്ലേ കേട്ടോ. അപ്പൊ നമ്മൾ ഓരോ വാക്കുകൾ പഠിക്കുമ്പോൾ ആ വാക്കുകൾ തന്നെ താഴോട്ട് എഴുതി ഇവിടം വരെ എഴുതുമ്പോഴത്തേക്ക് മക്കൾ അത് നന്നായിട്ട് കാണാതെ എഴുതാൻ പഠിക്കും. അല്ലാതെ ഇങ്ങനെ എഴുതി പോയാൽ അത് ശരിയാകത്തില്ല. അപ്പൊ മക്കൾ ഇങ്ങനെയല്ലേ എഴുതുന്നേ? ചെയ്തൊക്കെ ഇങ്ങനെ മക്കൾ എഴുതുന്നതെന്ന് അറിയാം. എന്നാലും ചെയ്ത ഒന്നുകൂടെ ഒന്ന് എഴുതാത്ത മക്കളുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിച്ചത്. അങ്ങനെ എഴുതണേ. സുഖം. അപ്പൊ സുഖം എന്നുള്ള ആ വാക്ക് മക്കൾ ഇങ്ങനെ താഴോട്ട് എഴുതി ഇവിടം വരെ കൊണ്ടുവരണം. അപ്പൊ ഇതുപോലെ എഴുതി മക്കൾ ഇവിടെ വരുമ്പോ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ ഇതും അതുപോലെ തന്നെ മക്കൾക്ക് എഴുതാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ. ഇപ്പൊ ഈ 2 ലൈനും മുട്ടിച്ച് ഈ ഊന്നുള്ള ചിഹ്നം താഴോട്ട് വന്ന് ഇഖ എന്നെഴുതി ചിഹ്നം ഇടണം. അപ്പൊ കറക്റ്റായിട്ട് 2 ലൈനും മുട്ടിച്ച് മക്കൾ എഴുതുവോ? എഴുതിയിട്ട് ചെയ്താൽ കഴിച്ചേർന്നേ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.